ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സജീവൻ ഹോസ്പിറ്റലിലേക്ക് വരണേ. എന്നിട്ട് നേരെ ഐസിയുലെ വരുണിന്റെ റൂമിലേക്ക് ചെല്ലുന്നത്. വരുൺ അപ്പൊ ഉറക്കത്തിലാണ്. വരുണിന്റെ അടുത്തുള്ള ആൾ ഉറങ്ങണേ. ഹലോ എന്ന് വിളിച്ച് അയാളെ എഴുന്നേൽപ്പിക്കുക. നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സജീവൻ അവിടുന്ന് പുറത്തേക്ക് പോയിട്ട് അവിടെ സൈഡിൽ മാറി നിൽക്കണേ. ഇയാളെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ സജീവ് വീണ്ടും ഐസിയുന്റെ അകത്തേക്ക് കയറും. എന്നിട്ട് ആ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റി വെക്കണേ. ഈ സമയം വരുണിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശ്വാസം കിട്ടാതെ വേഗത്തിൽ ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഇതേ സമയം സജീവ് പറഞ്ഞയച്ച അയാളെ റിസപ്ഷനിൽ ചെന്നിട്ട് സിസ്റ്ററെ, ഡോക്ടർ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടർ നേരത്തെ പോയല്ലോ. അല്ല, ഡോക്ടർ അന്വേഷിച്ചു എന്ന് ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആരും വന്നിട്ടില്ല. ഇത് കേൾക്കുമ്പോ അയാൾ വേഗം അങ്ങോട്ട് തന്നെ പോവും. സിസ്റ്ററും പിന്നാലെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഇവര് ഐസിന്റെ അകത്ത് കയറി നോക്കുമ്പോ ഉണ്ടാവും വരുൺ ശ്വാസം കിട്ടാതെ വലിക്കുന്നേ. ഇത് കാണുന്ന സിസ്റ്ററെ എന്ന് ഞെട്ടലോട് കൂടി ആ കൂടെയുള്ള ആള് വിളിക്കും. സിസ്റ്റർ വേഗം വന്ന് മാസ്ക് ഒക്കെ വെച്ചു കൊടുക്കണേ, ഓക്സിജൻ മാസ്കും. ശേഷം ആ ഗ്ലൂക്കോസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കണേ. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് MLA വീട്ടില് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സമയം നോക്കിയിരിക്കണേ. MLAയും അതിന്റെ ആഘോഷത്തിനായിട്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണേ. ആ കുട്ടി സമയം നോക്കി നിൽക്കണേ. ഏതാനും സെക്കൻഡുകൾ മാത്രമാവുമ്പോ അത് എണ്ണാൻ തുടങ്ങും. 56, 57, 58. ശേഷം ബർത്ത്ഡേ ആയ ആ സന്തോഷത്തില് അവിടുന്ന് എഴുന്നേൽക്കും. MLA വേഗം എഴുന്നേറ്റ് ബലൂണൊക്കെ പൊട്ടിച്ചു തുടങ്ങണേ. ഹാപ്പി ബർത്ത്ഡേ മിനിമോളെ എന്ന് പറഞ്ഞ ആദ്യം അമ്മ വിഷയം. ശേഷം MLA. ശേഷം ദാ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ എന്താ ഇത്, ഓപ്പൺ ചെയ്യ്. അപ്പൊ മിനി അത് ഓപ്പൺ ചെയ്യും. അതൊരു ഫോണാണ്. ഹായ്, താങ്ക് യു അച്ഛാ എന്ന് പറഞ്ഞൊരു താങ്ക്സ് പറയും. ശേഷം മൂന്ന് പേരും സന്തോഷത്തിൽ നിൽക്കണേ. എങ്കിൽ പിന്നെ നമുക്ക് കേക്ക് കട്ടെ. ഗിവ് മീ മൈ ബർത്ത്ഡേ ഹഗ് എന്ന് പറയുമ്പോ രണ്ടുപേരും കൂടെ മിനിയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ട് നിൽക്കുക. വാസവൻ പറയും, മോള് കേക്ക് കട്ടേ. അങ്ങനെ മിനി കേക്ക് കട്ട് ചെയ്യണേ. രണ്ടുപേരും അടുത്തുനിന്ന് വിഷ് ചെയ്യണേ. കേക്ക് കട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും MLAക്ക് ഒരു കോള് വരികയാണ്. ഹലോ, എന്ത് എന്ന് പറഞ്ഞ് MLA അങ്ങ് ഞെട്ടും. അപ്പോഴേക്കും അവിടെ കറണ്ട് പോകും. കറണ്ട് പോയല്ലോ. മിനി പറയും, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല അമ്മേ. അപ്പൊ MLA പറയും, നിങ്ങൾ വാതിലടച്ച് കിടന്നോ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ MLAയുടെ ഭാര്യയ്ക്കും എവിടെ പോകുന്നു? ആശുപത്രിയിലേക്ക്. മിനി പറയും, ഞങ്ങളും വരാച്ച. ഇപ്പൊ വേണ്ട, ഞാൻ ഉടനെ തിരിച്ചു വരാം. അല്ല ഏട്ടാ, കറണ്ട് ഇല്ലല്ലോ, ഞാൻ KCBയിലേക്ക് വിളിച്ചോളാം ശരി എന്ന് പറഞ്ഞ ധൃതിയില് അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വാസവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിലാണ്. അവിടെ എല്ലാവരും ഉറങ്ങണേ. ഈ സമയം ശ്രീജ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം നോക്കുമ്പോൾ അതിൽ വെള്ളമില്ല. അങ്ങനെ കിച്ചണിൽ ചെന്ന് വെള്ളം എടുത്ത് വരുമ്പോ പുറത്ത് ലൈറ്റ് കാണാണേ. ജനലിലൂടെ നോക്കുമ്പോ ഉണ്ടാവും വേദ ഇരിക്കുന്നത്. അപ്പൊ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. വേദേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അതെടുത്തി വിക്രം രാത്രി എഴുന്നിട്ട് പുറത്തേക്ക് പോയി. എനിക്കറിയില്ല ശ്രീജ എടുത്തി, ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വിക്രം മിക്കവാറും ഈ രാത്രി ആ വാസവനെ എന്തെങ്കിലും ചെയ്യുന്ന. ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ ശ്രീജ പറയും, അച്ഛനെ വിളിച്ചാലോ നമുക്ക്? വേദയ്ക്കും അത് വേണോ? ശ്രീജ പറയും, അത് വേണം. വിക്രം എന്തെങ്കിലും അതിക്രമം കാണിക്കുന്നതിന് മുമ്പ് അത് തടയാൻ പറ്റിയ അത് നല്ലതല്ലേ? വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് അകത്തേക്ക്. എന്നിട്ട് ഇവരുടെ റൂമിന്റെ അടുത്ത് പോയിട്ട് ശ്രീജയാണ് വിളിക്കുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് കഥകിനെ ഇങ്ങനെ വിളിക്കുമ്പോ കമല വാതിലോർന്ന് പുറത്തേക്ക് വരും. എന്താ ശ്രീജയെ? അച്ഛൻ എവിടെ അമ്മേ? അപ്പൊ തന്നെ അമ്മ ആകെ പേടിക്കുന്നുണ്ട്. മാഷേ എന്താന്ന് ചോദിച്ച് മാഷ് അങ്ങോട്ട് വരികയാണേ. എന്താ വേണ്ടത് എന്ന് കമല വയ്ക്കുമ്പോ വേദ പറയും, വിക്രം പറഞ്ഞതുപോലെ ചെയ്യുന്നേ, എനിക്ക് പേടിയുണ്ട് അച്ഛാ. വിക്രം ഇറങ്ങി പുറത്തേക്ക് പോയി. ഇത് കേൾക്കുമ്പോ അവരും ആകെ പേടിച്ചു പോവാണേ. ശ്രീജ പറയും, പോകുന്നതിനിടയില് ഇടയ്ക്ക് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛാ. വേദ പറയും, രാത്രി തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആരോടോ പറയുന്നുണ്ടായിരുന്നു. അത് വാസവന്റെ അടുത്തേക്കാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കമലയോ ആകെ പേടിക്കും. ഈശ്വര, അവനിനി എന്തൊക്കെ വരുത്തി വെക്കുവോ. രാത്രി ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഓരോന്ന് പറയുന്ന കേട്ട് എഴുന്നേറ്റ് പോയത് എന്റെ കുട്ടി. അപ്പോഴേക്കും വിനായകനും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിനി എന്തൊക്കെ കാണണം എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണേ. അപ്പോഴേക്കും വിഷു അങ്ങോട്ട് വരും. എന്താ അമ്മേ? കമല പറയും, വിക്രം രാത്രി എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. വിനായകൻ ചോദിക്കും, എങ്ങോട്ട് പോയി? മാഷു പറയും, ലോകത്തെ മുഴുവൻ ചോര കൊണ്ട് തിരുത്താന്ന് കരുതുന്നവൻ എങ്ങോട്ട് പോവാനാ? വാസവന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. വിഷം ചോദിക്കും, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? മാഷു പറയും, ഔചിത്യ ബോധവും സാമാന്യ ബുദ്ധിയുള്ളവൻ ഇങ്ങനൊരു ജീവിതം ജീവിക്കില്ലല്ലോ വിഷം. ആ ജീവിതത്തിലേക്ക് അവനെ തള്ളിയിട്ടതിലെ മാഷിനും പങ്കില്ലേ? ഇന്ന് ഭക്ഷണത്തിന് മുന്നിൽ വെച്ചാണേ ആ MLA കൊന്നിട്ടാണെങ്കിൽ അവൻ ജപ്തി ഒഴിവാക്കുന്നു പറഞ്ഞിട്ട് പോയത്. അങ്ങനെ അവനെ കൊണ്ട് പറയിച്ചത് മാഷ് തന്നെയല്ലേ? വിനായകൻ പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന തീരുമാനിക്കണം. നന്ദിനി പറയും, എന്ത് തീരുമാനിക്കാൻ, അവൻ പോയി ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങള് എന്താന്നോർത്ത് ഉറങ്ങാതിരിക്കാം. ഗുണ്ടകൾ ഇങ്ങോട്ട് വരുമ്പോ ഇറങ്ങി ഓടെങ്കിലും ചെയ്യാലോ. ഉറങ്ങിപ്പോയാലേ അതും അറിഞ്ഞില്ലെങ്കിലോ? വിനായകൻ പറയും, ശരിയാ. അങ്ങനെ എല്ലാവരും സങ്കടത്തിൽ നിൽക്കണേ. മാഷ് വേദയോട് പറയും, കുട്ടി പോയി ഉറങ്ങിക്കോളൂ, പോയവരെ അവരുടെ സമയത്ത് വന്നോളൂ. വേദ പറയും, നമുക്ക് പോലീസ് പരാതിപ്പെടണം. ഞാൻ എന്ത് വിളിച്ചു പറയണം? എന്റെ മകൻ MLA കൊല്ലാൻ പോയിട്ടുണ്ടെന്നോ? ആ പരാതി അവര് കൊടുത്തോളും. അതോടെ അവസാനിക്കല്ലോ ഈ കേസും എല്ലാം. കമല കരഞ്ഞോണ്ട് മാഷേ എന്ന് വിളിക്കുമ്പോ മാഷ് പറയും, നീ ഒന്ന് കരയാതെ മിണ്ടാതിരിക്കുക കമല. മനുഷ്യന് ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്.
ഇടിമിന്നല് വരുമ്പോ ഉള്ളതുപോലെയാ അവനു വേണ്ടിയുള്ള നമ്മുടെ ജീവിതം. കുട്ടി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഈ രാത്രി ഈ ഇരുട്ടിന്റെ മറവിൽ ഏതെങ്കിലും ഗുണ്ടകൾ ഈ വീട് ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ കാവലിരുന്നോളാം, നിങ്ങൾ പോയി കിടന്നോ. ശ്രീജെ, നീ കുട്ടിയുടെ കൂടെ ഇരിക്കേ എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പുറത്തേക്ക് പോവാണേ. എന്നിട്ട് ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഡോർ ലോക്ക് ചെയ്യണേ പുറത്തുനിന്ന്. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണേ പുറത്തേക്ക് നോക്കിക്കൊണ്ട്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വാസവൻ ധൃതിയില് ഹോസ്പിറ്റലിൽ വന്ന് കയറുക. നേരെ ഐസിലേക്ക് കയറി ചെല്ലും. ഇപ്പൊ ഡോക്ടറും വന്നിട്ടുണ്ട്, ആ നഴ്സും പിന്നെ അവിടെ കാവൽ നിന്ന ആളും ഉണ്ട്. അങ്ങനെ MLA വന്നിട്ടേക്കും, എന്താ ഉണ്ടായത്, എന്താ സംഭവിച്ചത്, ആരെവിടെ വന്നത് അറിയില്ല, ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു അറ്റൻഡർ റേഷ്യോ ഇട്ട ആള് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ പുറത്തേക്ക് പോയത്. അപ്പൊ തന്നെ നേഴ്സ് പറയും, ഡോക്ടറെ രാത്രി പോകുന്നതല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരവല്ലേ പതിവ്. അപ്പൊ ഡോക്ടർ പറയും, പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറേ, ഇങ്ങനൊരു ഹോസ്പിറ്റലിലേക്ക് ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം. അപ്പോ വാസവൻ ചോദിക്കും, സൂക്ഷിക്കേണ്ടത് ഞാനാണോ അതോ നിങ്ങളാണോ? അപ്പോ ഡോക്ടർ പറയും, ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചിട്ടുണ്ട്. കുറച്ചു കാലത്തേക്ക് ഈ റൂമിന് പുറത്ത് പോലീസിന് കാവല് നിർത്താനുള്ള കാര്യങ്ങൾ സാർ ഏർപ്പാട് ചെയ്യും. ഇങ്ങനെ ചെയ്തത് ആരാണെങ്കിലും അത് ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടറും നഴ്സും അവിടുന്ന് പോകും. അങ്ങനെ അങ്ങേരെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോള് വരികയാണേ. ആ കോളിലെ സംസാരം കേട്ട് MLA വാസവന് ആകെ പേടിക്കും. ശേഷം ഫോൺ എടുത്ത് രേണുകയെ വിളിക്കണേ, അതായത് ഭാര്യയെ. എന്നാ ആ ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ട്രൈ ചെയ്യും, സ്വിച്ച് ഓഫ് ആണെന്ന് പറയണേ. ടെൻഷനോട് കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടുന്ന് പോവണേ. അങ്ങനെ പിന്നീട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മാഷിന്റെ വീട്ടിലാണേ. നന്ദിനി അവിടെ മുറ്റടിക്കാനായിട്ട് തുടങ്ങാ. അപ്പൊ ഒരു ഓണടി ശബ്ദം കേട്ട് നോക്കുമ്പോ ഉണ്ടാവും ഒരു വലിയ JCB അങ്ങോട്ട് വരുന്നേ. ഇത് കാണുന്നതും അമ്മേ എന്ന് വിളിച്ച് ആ ഒച്ചത്തിൽ നിലവിളിക്കുക. അപ്പോഴേക്കും ഈ ശബ്ദം കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടി വരണേ. ഈ കാഴ്ച കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോകും. കമലറി, മാഷി അങ്ങോട്ട് ചെല്ലേ, അവസാനം ഇതും കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അവരെല്ലാവരും നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് തോട്ടപ്പടി സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും ജപ്തി ചെയ്യാനായിട്ടൊരു കാറിൽ വരികയാണ്. മാഷ് ഓടി ചെല്ലും, എന്താ സാറേ നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മുമ്പ് പറഞ്ഞതല്ലേ, ഇത് സർക്കാർ ഭൂമിയാണ്, കൃഷി ചെയ്യേണ്ട സ്ഥലത്താണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നത്, അത് മറച്ചു വെച്ച് കെട്ടിടം പണിയുകയും അത് മറച്ചു വെച്ച് വീടെടുത്തതും പോരാതെ ബാങ്കിൽ നിന്നും ബാങ്കിനെ കബളിപ്പിച്ച് പണം എടുത്തു എന്നുള്ളതുമാണ് കുറ്റം. ഇതിന്റെ പിന്നാലെ ഇനി അറസ്റ്റും ഉണ്ടാകും. മാഷിന്റെ പേരില് അറസ്റ്റ് കൂടെ ഉണ്ടാവുമെന്ന് കേൾക്കുമ്പോ കമലയും മാഷും അവിടെ വേദയും എല്ലാവരും ഞെട്ടിപ്പോവാ. അങ്ങനെ നിൽക്കുമ്പോ അതിന് പിന്നാലെ പോലീസ് വാഹനം അങ്ങോട്ട് വരും. വേദയ്ക്കും, സർ, ഈ ഭൂമി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പുരയിടം അല്ലെന്ന്? ജീവിതകാലം മുഴുവനും അധ്യാപനത്തിനും കൃഷിക്കും വേണ്ടി മാറ്റിവെച്ച ആളോടാണ് നിങ്ങൾ ഇങ്ങനെ നിയമം പറയുന്നത്. അപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചേ പറ്റും, മറ്റെന്തെങ്കിലും ഭൂമിയുടെ ഇളവ് നൽകേണ്ടത് റവന്യൂ വകുപ്പാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റും. അപ്പൊ വിശ്വം ചോദിക്കും, ജപ്തി ചെയ്യാൻ ബാങ്കിന് അവകാശം ഉണ്ടാവും, പക്ഷേ ഇടിച്ചു നിരത്താൻ എന്താ അവകാശം? അപ്പോഴേക്കും MLAയുടെ കൂടെയുള്ള ആ പോലീസുകാരനാ വന്നിട്ടുള്ളത്. വർത്താനം നോക്കി നിൽക്കാതെ പണി തുടങ്ങടോ എന്ന് JCB കാരന്റെ അടുത്ത് പറയും. അങ്ങനെ JCB ഓൺ ചെയ്യാം. അപ്പൊ വേദ പറയും, ഇന്ന് സൺഡേ, ഒഴിവുള്ള ദിവസം, അവധി ദിവസം ഏത് ബാങ്കാ സാർ ജപ്തി നടപ്പാക്കുന്നത്? അപ്പൊ അയാൾ പറയും, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. പോലീസ് പറയും, അതിന് കാരണമുണ്ട് മോളെ, ഈ JCBയെ നാളെ മുതലേ ഒരു സ്ഥലത്ത് മാലിന്യം വരാനായിട്ട് പോവാ. അതിനു മുമ്പ് ഗുണ്ട വിക്രമന്റെ വീട് ഇടിച്ചു നിരത്തിയിട്ടാകാം അങ്ങോട്ടുള്ള പോക്കെന്ന് കരുതി. പൊളിക്കട വേഗം എന്ന് പറയുമ്പോ JCB അതിന്റെ ജോലി തുടങ്ങാനായിട്ട് തുടങ്ങണേ. അപ്പോഴേക്കും കമലമ്മ കരഞ്ഞോണ്ട്, സാറേ പൊളിക്കല്ലേ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം, ഈ വീട് പൊളിക്കല്ലേ, ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് ഈ വീട് പൊളിച്ചിരുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പുക, ഞങ്ങൾ ഈ നിമിഷം ഇറങ്ങിത്തരാം. അപ്പൊ അവര് പറയും, അതിനുള്ള സമയമുള്ളൂ, പൊളിച്ചു തുടങ്ങുമ്പോഴേക്കും ആവശ്യമുള്ള സാധനങ്ങൾ എല്ലായിടത്തും പുറത്തേക്ക് ഇട്ടുള്ളൂ. വിനായകൻ പറയും, സാറേ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാ, അല്ലാതെ തെരുവിൽ നടക്കുന്നവരല്ല. അപ്പൊ അവര് പറയും, അതിനാണ് മുമ്പേ നോട്ടീസ് പതിച്ചത്. വിശ്വം പറയും, ആ ദിവസം ആയിട്ടില്ലല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയും, 15 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 15 ദിവസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ആകാം. അപ്പൊ കമല പറയും, ഇല്ല സാറേ, അങ്ങനെ തീരുമാനിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മാഷെ, കമല എന്ന് വിളിക്കുമ്പോ, അങ്ങനെ തന്നെയാ മാഷെ, നമ്മളെ രണ്ടാളെയും ഈ സാധനം കൊണ്ട് ഇവരിടിച്ചു കൊന്നോട്ടെ. അപ്പൊ ബാങ്കിലെ ആള് പറയും, നിങ്ങൾ വെറുതെ സീൻ ഉണ്ടാക്കരുത്, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാ ചെയ്യുന്നത്. വേദ പറയും, ഇത് ജോലിയല്ല, അതിക്രമമാണ്, എന്തു വന്നാലും ഈ വീട് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശ്രീചെടുത്തി, നന്ദിനിയെടുത്തി വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവരുടെ കൈ പിടിക്കണേ. അപ്പൊ പോലീസ് പറയും, നീ നിന്റെ ജോലി തുടങ്ങടാ. അപ്പോഴേക്ക് JCB പിറകിലേക്ക് എടുത്ത് അവിടുത്തെ ആ ഗേറ്റും ആ കവാടവും ആ മതിലുകളൊക്കെ പൊളിക്കാനായിട്ട് തുടങ്ങാൻ പോവാണേ. വേദ ഇവരുടെ കൈ പിടിച്ച് ആ JCBയുടെ മുന്നിൽ വന്ന് നിൽക്കും. JCBക്ക് പിന്നെ മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ പറയണേ, ഈ വീടിനെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന ആ പെൺകുട്ടികളാണ് ഞങ്ങൾ. അങ്ങനെ ഈ വീട് തകർക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ എടുത്തെറിയണം, കഴിയുമെങ്കിൽ ചെയ്യേ എന്ന് പറഞ്ഞ് വേദയും നന്ദിനിയും ശ്രീജയും അവിടെ തന്നെ നിൽക്കണേ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നം? അപ്പോഴേക്കും ആൾക്കാർ പറയും, ഈ ആൾക്കാർ താമസിക്കുന്ന വീട് ഇങ്ങനെ ഇടിച്ചു നിരത്താനൊന്നും പറ്റില്ല, വണ്ടി എടുത്ത് പോകാൻ നോക്ക് സാറേ
എന്ന് നാട്ടുകാർ പറയുമ്പോൾ അത് പറയാൻ നീ ആരാടാ എന്ന് പറഞ്ഞാൽ പോലീസുകാരെ അവരുടെ മെക്കിട്ട് കയറണേ. അപ്പൊ മാഷ് അവരോട് പറയും, നിങ്ങൾ ഒന്നിലും ഇടപെടണ്ട, ഇവരെന്തൊക്കെയോ തീരുമാനം എടുത്ത് വന്നിരിക്കുന്നവരാ. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നിങ്ങൾ പുലിവാല് പിടിക്കണ്ട, ഇതുവരെ നടപ്പിലാക്കിയിട്ടേ പോകൂ, അതാണ് എന്ന് പറഞ്ഞ് പോലീസുകാരൻ ആ ഡ്രൈവറോട് പണി തുടങ്ങാൻ പറയണേ. അപ്പോഴും വേദയും നന്ദിനിയും ശ്രീജയും ആ വണ്ടിയുടെ മുന്നിൽ നിൽക്കണേ. അപ്പൊ ഉണ്ടാവും അങ്ങോട്ട് MLA കാറ് വരുന്നേ. എല്ലാവരും MLA ഇങ്ങനെ നോക്കും. അങ്ങനെ വാസവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിലോട് കൂടെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ അടുത്ത നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട്, കിടിലാനാണ്. ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് MLA അങ്ങോട്ട് വന്നിട്ടുള്ളത്. ശേഷം പിന്നീട് അകത്ത് ചെന്നാലേ കമലമ്മ വിക്രത്തിനെ ആരതി ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് വേദ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിക്രമിനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്